ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ഈസിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു മുട്ടക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. പിന്നെ ഞാൻ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നത് കൂടുതൽ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഒറ്റൊരു പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. പിന്നെ അതുമാത്രമല്ല, ബാച്ചിലേഴ്സിനെല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറിയും കൂടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 6 മുട്ടയാണ് എടുത്തത്. ഞാൻ മുട്ട കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലാകുമ്പോൾ ഒരു വിസിലിനോട് നമുക്ക് മുട്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. പൊടിയുപ്പായാലും കുഴപ്പമൊന്നുമില്ല. മുട്ട പൊട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് കുറേയൊക്കെ അറിയുന്ന കാര്യമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതൊരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യുക. ഒറ്റൊരു വിസിൽ മതിയേ, അതിൽ കൂടുതൽ വേണ്ട. ഒരു വിസിൽ തന്നെ മുട്ട പെട്ടെന്ന് തന്നെ വെന്തോളും. പിന്നെ ഞാൻ ഈ ഒരു ടിപ്പെല്ലാം കാണിക്കുന്നത് വെച്ചാൽ ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരെല്ലാം ചോദിച്ചിരുന്നു നല്ല ഈസി ആയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പി അയച്ചു തരുമെന്ന്. അപ്പോൾ അങ്ങനെ എടുത്ത് കാണിക്കുന്നതാണ് ഞാൻ ഈ ഒരു മുട്ട പുഴുങ്ങുന്നതും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള മുട്ടക്കറിൻ്റെ റെസിപ്പിയെല്ലാം. അപ്പോൾ മുട്ട ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ തോട് മാറ്റിക്കളയാം. അപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. വെളിച്ചെണ്ണയുടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 സവാള ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. സവാള നല്ലോണം ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാൻ നോക്കാം, എന്നാലന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ. ഇനി ഞാൻ ഈ സവാളയിൽ 2 ഏലക്കായും 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി സവാള നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ വാട്ടിയിട്ട് അങ്ങനെ ബ്രൗൺ കളർ ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വാട്ടിക്കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വാട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട തക്കാളിയാണ്. തക്കാളി ഇപ്പം അല്ല, ഞാനിപ്പോൾ തക്കാളി കട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ 2 തക്കാളിയുടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിതിൽ പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സവാളയുടെ നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ, പൊടികളിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഒറ്റൊരു പൊടിയേ ഉള്ളൂ. ആ ചിക്കൻ മസാലപ്പൊടിയാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. വേറെ പൊടിയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഗരം മസാലപ്പൊടി പോലും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു ചിക്കൻ മസാലപ്പൊടി മാത്രമേ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ല ഈസിയാണ് ഈ ഒരു മുട്ട മസാല തയ്യാറാക്കാനായിട്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ നല്ല പൊടിയായിട്ടാണ് അരിഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാൻ നോക്കാം. പെട്ടെന്ന് തന്നെ വാടിക്കെട്ടിക്കോളും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഇത് നമ്മൾ തക്കാളിയുടെ നല്ലോണം വാടിയിട്ടുണ്ട്. മുട്ട മസാലയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതാ മാറ്റി വെച്ച മുട്ട ഉണ്ടല്ലോ, അത് ഇതാ ഞാൻ തോടെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ കീറലിട്ട് കൊടുക്കുന്നുണ്ട്. മസാല മുട്ടൻ്റെ അകത്ത് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ബാക്കിയെല്ലാ മുട്ടയും ചെയ്തെടുത്തിട്ട് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഇതുപോലെ മുട്ടൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക.
നമ്മൾ ഈ മസാലയിലേക്ക് മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒരല്പം കൂട്ടിയിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. പിന്നെ നിങ്ങൾ കരിഞ്ഞു പോകാതെ നോക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ഈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുട്ട മസാല നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു മുട്ട മസാല അപ്പത്തിൻ്റെ കൂടെ പിന്നെ ദോശ, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തതുകൊണ്ട് അത് കാണാം. നല്ല ഈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.